തെങ്ങോലപ്പുഴു ബാധിച്ച പടന്ന ഗ്രാമപഞ്ചായത്തിലെ തെങ്ങിൻ തോപ്പുകളിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ എതിർപ്രാണികളെ തുറന്നുവിട്ടു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. മുഹമ്മദ് അസ്ലം കീടബാധയേറ്റ തെങ്ങുകളിൽ എതിർപ്രാണികളെ തുറന്നുവിടുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിന്റെ നേതൃത്വത്തിലാണ് എതിർപ്രാണികളെ എത്തിച്ചത്. CPCRI എന്റമോളജി വിഭാഗം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ പ്രതിഭ PS മാർഗനിർദ്ദേശപ്രകാരം ഗോണിയോസസ്, നെഫാൻഡിഡിസ്, ബ്രോക്കോൺ ബ്രെവിക്കോസിസ് എന്നീ എതിർപ്രാണികളെയാണ് തെങ്ങുകളിൽ തുറന്നുവിട്ടത്. ഇവയ്ക്ക് തെങ്ങോലപ്പുഴുക്കളെ പരാദീകരിച്ച് നശിപ്പിക്കാൻ സാധിക്കും. പുഴുക്കളിൽ മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തി തെങ്ങോലപ്പുഴുവിന്റെ ലാർവകളെ നശിപ്പിച്ച് അക്രമത്തിന്റെ തീവ്രത കുറച്ചുകൊണ്ടുവരും. 40 മുതൽ 60 വരെ ദിവസത്തിനിടെ പെരുകി ഇവ കൂടുതൽ തെങ്ങുകളിലേക്ക് പടരും. ഇങ്ങനെ 2-3 മാസങ്ങൾക്കകം പുഴുശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ എതിർപ്രാണികൾക്ക് കഴിയും. ആദ്യഘട്ടത്തിൽ ലഭ്യമായ 1000-ഓളം മിത്രകീടങ്ങളെയാണ് തെങ്ങുകളിലേക്ക് വിട്ടത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. മുഹമ്മദ് അസ്ലം കീടബാധയേറ്റ തെങ്ങുകളിൽ എതിർപ്രാണികളെ തുറന്നുവിടുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ, കൃഷി അസിസ്റ്റന്റ് P.P. കപിൽ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെങ്ങോലപ്പുഴുവിന്റെ ആക്രമണം വളരെ വ്യാപകമായിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മൾ ജനുവരി തുടങ്ങി മെയ് മാസത്തെ ആ ഒരു വേനൽക്കാല സീസണിലാണ് ഇത് കംപ്ലീറ്റ് വ്യാപിക്കുന്നത്. മഴക്കാലത്തോടു കൂടി ഇതിന്റെ ആക്രമണം ഇല്ലാണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ ഇതിന്റെ അറിയിപ്പ് കിട്ടിയ ഉടനെ നമ്മൾ കാസർഗോഡ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ നിന്ന് ഇതിനെ നമുക്ക് നശിപ്പിക്കാൻ ആവശ്യമായ എതിർപ്രാണികളെ ഇന്ന് തുറന്നുവിടാനുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ ഇന്നുള്ളത്. അവിടെ നിന്ന് കിട്ടിയ ബ്രാക്കൺ ബ്രെവിക്കോണിസ്, അതുപോലെ ഗോണിയോസിസ് നെഫാൻഡിഡിസ് എന്നീ 2 എതിർപ്രാണികളെയാണ് ഇന്ന് നമ്മൾ ഈ തോട്ടത്തിലേക്ക് തുറന്നുവിടുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK ഷാഹിദ അഷ്റഫ്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ K അസൈനാർ കുഞ്ഞി, കർഷക സംഘം പടന്ന വില്ലേജ് പ്രസിഡന്റ് GS ജഹാംഗീർ, കർഷക P സഫറ തുടങ്ങിയവർ പങ്കെടുത്തു. കീടത്തിന് അനുകൂലമായ കാലാവസ്ഥയായതിനാൽ കീടാക്രമണത്തിന്റെ തോത് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ എതിർപ്രാണികളെ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതൽ തെങ്ങുകളിലേക്ക് കയറ്റിവിടും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.